ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് തേങ്ങാ ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നല്ല തേങ്ങാ ചമ്മന്തി ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? തേങ്ങാ ചമ്മന്തി മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കി ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇതിനു വേണ്ടി നമുക്കൊരു 4-5 ചെറിയ ഉള്ളി, പിന്നെ ഉണക്കമുളക് വേണം. നിങ്ങളുടെ ഈ ടൈപ്പ് ഉണക്കമുളക് അനുസരിച്ച് അതിൻ്റെ എണ്ണം എടുക്കണം. എരിവുള്ളതാണെങ്കിൽ ഒരു 5 എണ്ണം മതിയാവും. ഇവിടെ ഒരുപാട് എരിവില്ലാത്തതാണ് എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ ഒരു 7-8 എണ്ണം ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം വളംപുളി, കുറച്ച് കറിവേപ്പില. വളംപുളി ഒരു ചെറിയ കഷ്ണം മതി, പിന്നെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തേങ്ങാ ചമ്മന്തിക്ക് ആവശ്യമുള്ളത്. പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, ചിരവിയ തേങ്ങ വേണം. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് തണുപ്പുണ്ടാവാൻ പാടില്ല കേട്ടോ. ഫ്രോസൺ ആണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലാവണ വരെയും പുറത്ത് വെച്ചിട്ട് വേണം. തണുപ്പ് മുഴുവൻ മാറിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാവൂ. പിന്നെ ഫ്രഷ് കോക്കനട്ടാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ വെച്ചിട്ടും ഉണ്ടാക്കാം, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. ഇനി മിക്സിയുടെ ചെറിയ ജാറിലാണ് കേട്ടോ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചെറിയ ജാറിലാണ് എളുപ്പം. ജാറിൽ തീരെ വെള്ളം പാടില്ല. വെള്ളം നന്നായി തുടച്ച് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് നന്നായി തുടച്ച് ഉണക്കിയിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞ് കിട്ടാൻ പ്രയാസമുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് നമുക്ക് താഴെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമുളക് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ചിടാം, അല്ലെങ്കിൽ അതുപോലെ കട്ട് ചെയ്തിട്ടിടാം. നേരത്തെ പറഞ്ഞ പോലെ എരിവിനനുസരിച്ച് ഉണക്കമുളക് ചേർക്കാം. നിങ്ങളുടെ ഉണക്കമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ കുറവിട്ടാൽ മതി കേട്ടോ. ഞാനിതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കും അവസാനം. അതാ കളറൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണക്കമുളക് ചേർത്തു. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും ഒന്ന് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് നമുക്ക് ചമ്മന്തി ആയി കിട്ടാൻ എളുപ്പമാണ്. ഉള്ളിയും നമുക്ക് ഇതുപോലെ വെട്ടി കൊടുക്കാം. പിന്നെ ഇഞ്ചിയുടെ കഷ്ണവും, ഇതൊക്കെയാണ് ആദ്യം ചേർക്കേണ്ടത്. വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാൽ നമ്മുടെ ചമ്മന്തി അരിഞ്ഞ് കിട്ടാൻ പ്രയാസമാവും. അപ്പം ഇതെല്ലാം ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ പുളി വളംപുളിയുടെ കഷ്ണവും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതെങ്ങനെ മിക്സ് ചെയ്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതും ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, പിന്നെ ഇടാം. കൂടിപ്പോയാൽ ആണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് നമ്മുടെ തേങ്ങ ചെരുവിയത് 1 കപ്പാണ്. ഒരു 240 മില്ലിയുടെ കപ്പിൽ 1 കപ്പ്. ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കിത് പൾസ് ചെയ്യണം. ഒറ്റയടിക്ക് അത് അടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. നിർത്തി പൾസ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇതുപോലെ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ നല്ല ചമ്മന്തിയുടെ ടെക്സ്ചർ ആവുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. പേസ്റ്റായി പോവരുത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിന് ഒരു കളറിന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ട് ആണ്. പിന്നെ ഈ സമയത്ത് പച്ചമണമുള്ള മുളക് പൊടി ചേർക്കരുത്. കാശ്മീരി മുളക് പൊടി പോലത്തത് അതിൻ്റെ ആ ടേസ്റ്റ് നന്നാവില്ല, ഒരു പച്ച ചുവ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, നമ്മുടെ നല്ല എരിവുള്ള നാടൻ മുളക് പൊടിയാണ് നല്ലത്. ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ട ചമ്മന്തിക്ക്. നല്ല കല്ലുമ്മി ചതച്ചുണ്ടാക്കുന്ന ചമ്മന്തി പോലെ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇതുപോലെ പൾസ് ചെയ്ത് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇനിയും ടേസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ അത് റെഡിയായി. പിന്നെ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന അടുക്കും ഒതുക്കും ഇല്ലാത്ത ഒരു ചമ്മന്തിയാണ്. ഇതിന് മിക്സിയൊന്നും വേണ്ട. അതുപോലെ ഒരു ചെറിയ കല്ലിൽ ഒരു 5-6 ഉള്ളി, ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. എന്നിട്ട് 1 കപ്പ് തേങ്ങ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആദ്യം അതിൽ 1/2 കപ്പ് ചേർക്കാം.
ഇതൊന്ന് ഇതുപോലെ കൊണ്ട് തിരുമ്പിയതിന് ശേഷം നമുക്ക് ഒന്ന് ഇടിച്ച് കുത്തിയെടുക്കാം. ഇതുപോലെ അമ്മിക്കല്ലിലാണെങ്കിൽ അങ്ങനെ നമുക്കൊന്ന് ചമ്മന്തിക്ക് അരയ്ക്കണ പോലെ കുറച്ചൊന്ന് ഒതുക്കി കൊടുക്കാം. മുഴുവനായിട്ട് വേണ്ട, മറ്റേ ആദ്യം കാണിച്ച ചമ്മന്തി പോലെയല്ല. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് 2 ചെറിയ എരിവുള്ള മുളക്, വല്ല കാന്താരിയോ നല്ല മണമുള്ള എന്തെങ്കിലും നല്ലൊരു 2 എരിവുള്ള മുളകും കുറച്ച് നല്ല മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള 1/2 കപ്പ് തേങ്ങ ചെരുവിയതും കൂടി ചേർത്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണുപ്പുള്ള തേങ്ങ ചെരുവിയതായിരിക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ഇതായിരിക്കണം. ഇത് കൈകൊണ്ട് നന്നായി തിരുമ്പി ആക്കുന്ന തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ ചോറും കഞ്ഞിയുടെ കൂടെ എനിക്ക് ഈ ചമ്മന്തി വളരെ ഇഷ്ടമാണ്. ചിലയിടത്ത് ഇതുപോലെ ഉണ്ടാക്കും. നമ്മളെപ്പോഴും കാണുന്നത് ഒതുക്കിയ തേങ്ങ ചമ്മന്തി അല്ല, എന്നാലും ഇതും ഒരു ചേഞ്ചിന് നല്ലതാണ്. കൈകൊണ്ട് തിരുമ്പി അതിൻ്റെ ഫ്ലേവേഴ്സ് ഒരുമിച്ചാവുന്നതിൻ്റെ രസവും ഒന്ന് വേറെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അടുക്കോ ഒതുക്കോ ഇല്ലാത്ത ചമ്മന്തി. അപ്പോൾ 2 ടൈപ്പിൽ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാം. രണ്ടാമത്തത് ഞാൻ കഞ്ഞി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ അതായിരുന്നു തേങ്ങാ ചമ്മന്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.